1800-കളിൽ അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രസിഡൻ്റായിരുന്ന എബ്രഹാം ലിങ്കനാണ് അടിമക്കച്ചവടം പരസ്യമായി അമേരിക്കയിൽ നിർത്തൽ ചെയ്തത്. ആ കാലയളവിൽ അമേരിക്കയിലെ പൊതു ചന്തകളിൽ കെട്ടപ്പെട്ടവരായി അടിമകളായി തൊഴിലാളി വർഗത്തെ വിൽപ്പന ചരക്കുകളായി മൃഗങ്ങളെപ്പോലെ കൊണ്ടുവന്നിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അതിൽ നിന്നുള്ള മോചനം കറുത്ത വർഗ്ഗക്കാർക്ക് പ്രത്യേകിച്ച് ആ കാലയളവിൽ നൽകുവാൻ എബ്രഹാം ലിങ്കനാണ് ശ്രമിച്ചത്. കേവലം അമേരിക്കയിൽ മാത്രമല്ല, ആഫ്രിക്കൻ നാടുകളിൽ, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ, ലോകത്തിൻ്റെ വിവിധ സ്ഥാനങ്ങളിൽ അടിമത്വം ഓരോ കാലയളവിൽ നിലവിൽ നിന്നുകൊണ്ടിരുന്നു. മനുഷ്യനെ അടിമകളായി തങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് അവരെ കൊണ്ട് കഠിനവേല ചെയ്യിക്കുന്ന, സ്വന്തമായി മൃഗങ്ങളെപ്പോലെ വിലയ്ക്ക് വാങ്ങി അവർക്ക് യാതൊരു സ്വാതന്ത്ര്യം കൊടുക്കാതെ അടിമകളാക്കി വെച്ചിരുന്ന കാലഘട്ടം. എന്തിനു പറയുന്നു, നമ്മുടെ ഭാരതത്തിലും കൊച്ചു കേരളത്തിലും ഈ സമ്പ്രദായം നിലനിന്നിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയമില്ല. പത്തനംതിട്ട ജില്ലയിൽ നമുക്ക് ഏറ്റവും അടുത്ത സ്ഥലമായ മല്ലപ്പള്ളിയിൽ പോലും അവിടെയുള്ള ഒരു ചന്തയിൽ അടിമകളെ വിറ്റുകൊണ്ടിരുന്നു. അവിടെ പരസ്യമായി വിൽപ്പന നടത്തിയത് ചരിത്രത്തിലുള്ളതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മുടെ നാട്ടിലും ഈ അടിമ വ്യാപാരം നടന്നുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം, മനുഷ്യനെ വെറും വിൽപ്പന ചരക്കുകളായി, ഒരു സാമൂഹിക ജീവിയായി, സഹപൗരനായി കാണാതെ മനുഷ്യനെ നിഷേധം ചവിട്ടിച്ചതച്ച് അവൻ്റെ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്ന ഒരു സമൂഹമായി ലോകം മാറിക്കഴിഞ്ഞു. അത് നമ്മുടെ നാട്ടിലും സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ ഇന്ന് 2025 താമസിക്കുന്ന നാം പറയുമായിരിക്കും, അങ്ങനെയൊന്നും നടക്കുമോ, ഞാൻ ആരുടെയും അടിമയാകില്ല. അടിമത്തത്തെക്കുറിച്ച് നാം ഘോരമായി സംസാരിക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്നും എത്രയോ അടിമകളെ വിദേശത്തേക്ക് കൊണ്ടുപോയി. ആഫ്രിക്കയിൽ അടിമകളായി പോയവർ, ഡച്ചുകാരുടെ അടിമകളായിരുന്നവർ, ലോകത്തിൻ്റെ അനേക രാജ്യങ്ങളിൽ അടിമകളായി കഷ്ടപ്പെട്ട അനേക മലയാളികളെ ചരിത്രത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. കേരളത്തിൽ പോലും അടിമക്കച്ചവടം നടന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്ന ആ സമയങ്ങളിൽ കുട്ടി അടിമയ്ക്ക് 3 രൂപയും സ്ത്രീ അടിമയ്ക്ക് 5 രൂപയും പുരുഷ അടിമയ്ക്ക് കേവലം 7 രൂപ മാത്രം വില കൊടുത്ത് വിലയ്ക്ക് വാങ്ങി ജീവപര്യന്തം അടിമകളായി കഷ്ടപ്പെടുത്തുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ജീവിതത്തിൽ യാതൊരു സ്വാതന്ത്ര്യമില്ലാത്ത മനുഷ്യ ജീവിതങ്ങൾ നാമൊക്കെ ആയിരിക്കുന്ന നമ്മുടെ നാടുകളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നാം ഓർക്കണം. ഈ അടിമത്തത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നമുക്കറിയാത്ത ഒരുപാട് ചരിത്രങ്ങൾ ലോകത്തിലുണ്ട്. ഇതൊരു വാസ്തവമാണ്. വിശുദ്ധ ഗ്രന്ഥങ്ങളിലൊക്കെ നാം പരിശോധിക്കുമ്പോഴും വിശുദ്ധ വേദപുസ്തകത്തിൽ അടിമത്തത്തെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. ദൈവത്തോട് മറുതലിക്കുന്ന ഇസ്രായേൽ ജനത്തെ അവരുടെ അവിശ്വാസം നിമിത്തം, അവർ ദൈവസന്നിധിയിൽ നിന്ന് എതിരായി നിന്ന നിമിത്തം അവരെ ശിക്ഷിക്കുകയും ബാബേലിലേക്കും അസീറിയയിലേക്കും അടിമകളാക്കി വിട്ട ചരിത്രമുണ്ട്. ഫറവോൻ്റെ അടിമയായി മിസ്രയീം ദേശത്തേക്ക് അവരെ ഏകദേശം 400 വർഷം വിട്ട ചരിത്രമുണ്ട്. ആ സ്ഥാനത്തു നിന്ന് അവരെ മടക്കിക്കൊണ്ടുവന്ന, അടിമത്തത്തിൽ നിന്ന് മടക്കിക്കൊണ്ടുവന്ന ചരിത്രങ്ങളുണ്ട്. ഇതൊക്കെ വിശുദ്ധ വേദപുസ്തകത്തിൽ, ഗ്രന്ഥത്തിൽ കാണുവാൻ കഴിയും. ഇസ്ലാമിക ഗ്രന്ഥത്തിൽ അടിമകളുടെ ചരിത്രം അവിടെ കാണുവാനായിട്ട് കഴിയും. അടിമ വേലയ്ക്ക് വേണ്ടി മാത്രം അള്ളാഹു സൃഷ്ടിച്ച ഒരു പറ്റം ആളുകളെക്കുറിച്ച് ഇസ്ലാമിക ഗ്രന്ഥത്തിലും കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ലോകത്ത് അടിമത്വം നിലനിന്നിരുന്നു, അടിമകൾ ഉണ്ടായിരുന്നു. എന്നാൽ ദൈവം അതിന് നടുവിൽ നിന്ന് വിടുവിച്ച ആളുകളുടെ ചരിത്രവും നമുക്ക് കാണുവാനായിട്ട് കഴിയും. അടിമത്വം എന്ന് പറയുന്നത് ഒരു വാസ്തവമാണ്. ഈ കാലഘട്ടത്തിലേക്ക് നാം തിരിഞ്ഞു വരുമ്പോഴും നാം അടിമകളല്ല, നാം സ്വതന്ത്രരാണ് എന്ന് പറയുമ്പോൾ വാസ്തവമായി നാം ചിന്തിക്കണം, നാം അടിമകളല്ലേ? ഞാനും പലതിനും അടിമയല്ലേ? ഞാനൊരു പക്ഷേ രാജ്യത്തിൻ്റെ പല നിയമങ്ങൾക്ക് അടിമകളല്ലെങ്കിൽ പോലും ഞാൻ അടിമയായിരിക്കുന്ന അനേക കാര്യങ്ങൾ എൻ്റെ ചുറ്റുപാടും എൻ്റെ ജീവിതത്തിലുണ്ട്. അത് തിരിച്ചറിയുവാനുള്ള സമയമായിരിക്കുകയാണ്. എൻ്റെ ഉള്ളിൽ ആഗ്രഹങ്ങൾ വലുതാണ്. ആ ആഗ്രഹിക്കുന്ന നിലയിലേക്ക് എനിക്ക് എത്തിച്ചേരുവാൻ, വളരുവാൻ കഴിയാതെ ഇരിക്കുന്നതിന് ഒരു കാരണമുണ്ട്. അത് ഞാൻ ഇച്ഛിച്ചിട്ടും എനിക്ക് സാധിക്കാതെ ഞാൻ അടിമയായിരിക്കുന്ന ചില പ്രത്യേക കാരണങ്ങൾ എൻ്റെ ജീവിതത്തെ ഭരിക്കുന്നു എന്നുള്ളതാണ്.
കുട്ടികളോടുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്നു, നല്ല ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്നു, പക്ഷേ അതിന് കഴിയാതെ ഇരിക്കുന്നതിന് കാരണം എന്ത്? അത് പരിശോധിക്കുമ്പോഴാണ് അതിന് പല കാരണങ്ങൾ അവർക്ക് നിരത്തുവാൻ കഴിയുന്നത്. സ്വഭാവം നല്ല നിലയിലേക്ക് ആകണമെന്ന് അധ്യാപകർ പറയുന്നു, മാതാപിതാക്കൾ പറയുന്നു. ആയിരിക്കുന്ന മതവിശ്വാസങ്ങളും ആചാരങ്ങളും അവരെ ഉപദേശിക്കുമ്പോഴും എത്തേണ്ട നിലയിലേക്ക്, ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയാതെ ഇരിക്കുന്നതിൻ്റെ കാരണം പല ബന്ധനങ്ങളിൽ, അടിമത്വത്തിൽ അവരായിരിക്കുകയാണ്. വിദ്യാഭ്യാസ സമയത്തേക്ക് കടന്നു വരുമ്പോഴും പലപ്പോഴും ഇന്ന് ചെറിയ കുട്ടികൾ പോലും ലഹരിക്ക് അടിമകളായി തീർന്നിരിക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ പ്രായപൂർത്തിയായവർ മാത്രം ഉപയോഗിച്ചു കൊണ്ടിരുന്നതും പരസ്യമായി അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന അനേക കാര്യങ്ങൾ ഇന്ന് പിഞ്ചു കുഞ്ഞുങ്ങളുടെ കയ്യിൽ പോലും എത്തപ്പെട്ടിരിക്കുകയാണ്. ഓൺലൈനിലൂടെയും മറ്റുമായിട്ട് ഏത് സ്ഥലത്തും അത് ലഭിക്കുന്ന അളവിലേക്ക് എത്തപ്പെട്ടു. സ്കൂളുകൾ അതിൻ്റെ വ്യാപാര കേന്ദ്രങ്ങളായി, കലാലയങ്ങൾ അതിൻ്റെ വ്യാപാര കേന്ദ്രങ്ങളായി. യുവാക്കന്മാരും ബാലന്മാരും ഒരുപോലെ അതിനടിമകളായി ജീവിതത്തെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ MDMAയും അതുപോലെയുള്ള ലഹരികൾ, മുമ്പൊരിക്കലും കിട്ടാത്ത ലഹരികൾ ഉപയോഗിച്ച് തുടങ്ങിയ ഒരു കുഞ്ഞു പോലും അതിൽ നിന്ന് മോചനം ലഭിക്കാൻ കഴിയാതെ അടിമയായി നിൽക്കുകയാണ്. ഒരു കാലത്ത് പുരുഷന്മാരും ആൺകുട്ടികളും മാത്രം ഈ നിലയിലുള്ള അടിമത്വത്തിലായിരുന്നുവെങ്കിൽ ഇന്ന് അത് പെൺകുട്ടികൾ പോലും, സ്ത്രീകളും പെൺകുട്ടികളും അതിൻ്റെ അടിമത്വത്തിൽ വലയത്തിലായിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് കോളേജുകളിലേക്കും മറ്റ് ഇതര സംസ്ഥാനങ്ങളിലേക്കും പഠനത്തിനായി പോകുമ്പോൾ കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ നിന്ന് ഒരു പെൺകുട്ടിയെ പിടിക്കപ്പെട്ടപ്പോൾ 22 വയസ്സ് മാത്രമേ ഉള്ളൂ. ആ പെൺകുട്ടി ഈ ജീവിതത്തിൽ അവളുടെ ബന്ധങ്ങൾ, ശൃംഖലകൾ ഉപയോഗിച്ച ഈ അഡിക്ഷൻ പരിശോധിച്ചപ്പോൾ കേരളത്തിൽ നിന്ന് ഏറ്റവും വലിയ വ്യാപാര ശൃംഖലയുടെ മയക്കുമരുന്നിൻ്റെ ഒരു കണ്ണി മാത്രമാണ് അവൾ. കേരളത്തിലും എറണാകുളത്തും കളമശ്ശേരിയിലുമൊക്കെ കുസാറ്റിലുമൊക്കെ ഈ കഴിഞ്ഞ ദിവസവും സംഭവിച്ചത് നമുക്കറിയാം. വളരെ ചെറുപ്പക്കാരായ 19-20 വയസ്സിന് പ്രായമുള്ള ആൺകുട്ടികൾ തങ്ങളുടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം മറന്ന്, ലക്ഷ്യം മറന്ന്, പഠനം ഉപേക്ഷിച്ച് ഒരളവിൽ ലക്ഷ്യം വിട്ട് ഇന്ന് അടിമകളായി തീർന്നിരിക്കുകയാണ്. ഇത് കഴിക്കുവാതിരിക്കുവാൻ അവർക്ക് പറ്റാത്ത അവസ്ഥയിലേക്ക്, അവരുടെ രക്തത്തിലേക്ക് അത് വ്യാപിക്കുകയും അവരുടെ തലച്ചോറിനെ അത് ബാധിക്കുകയും അവരെ അരുതാത്ത തെറ്റായ ബന്ധനങ്ങളിലേക്ക്, മറ്റ് ഇതര സ്വഭാവങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുകയാണ്. കൊച്ചു കുഞ്ഞുങ്ങൾ, യുവതി യുവാക്കന്മാർ, പ്രായമുള്ളവർ എല്ലാവരും ഒരുപോലെ ഇതിന് അടിമകളായി തീർന്നിരിക്കുകയാണ്. ഉപയോഗിക്കരുത് എന്ന് ആഗ്രഹമുണ്ടെങ്കിലും അടുത്ത നിമിഷം അത് ഉപയോഗിക്കാതിരിക്കാൻ കഴിയാതെ അതിന് അടിമയായി തീർന്നിരിക്കുകയാണ്. ശരീരം അതുമായിട്ട് ലയിച്ചു ചേർന്നിരിക്കുകയാണ്. ലഹരിക്ക്, മദ്യത്തിന് അടിമയായി തീർന്നിരിക്കുകയാണ്. പണ്ട് പരസ്യ സ്ഥാപനങ്ങളിൽ ഇത് ലഭിച്ചെങ്കിൽ ഇന്ന് ഏത് രഹസ്യ സ്ഥലങ്ങളിലും സുലഭമായി ലഭിക്കുകയും നമ്മുടെ ആയിരിക്കുന്ന വീടുകൾ, അതിൻ്റെ ചുറ്റളവിൽ പോലും ഈ സാധന സാമഗ്രികൾ മുഴുവൻ ലഭിക്കും. ഇപ്പോഴെന്തിനു പറയുന്നു, ബെവറേജസ് പോലും ഓൺലൈനിൽ വീട്ടിലേക്ക് എത്തിക്കുവാനുള്ള ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ആർക്കും എന്തും എങ്ങനെയും ഇത് കഴിക്കുന്ന ഒരു കുഞ്ഞു പോലും, ഒരു യുവാവ് പോലും രക്ഷപ്പെട്ട ചരിത്രമില്ല. ഞങ്ങൾ ചിലപ്പോൾ മദ്യപാനിയുടെ അടുത്ത് കൗൺസിലിങ്ങിന് കടന്നു ചെന്ന് സംസാരിച്ചിരിക്കുമ്പോൾ ആ വീട്ടിൽ വെച്ച് അവർ പറയാറുണ്ട്, അല്ല സാറേ, ഇത് നിർത്തണമെന്ന് ഞാൻ പല പ്രാവശ്യം ആഗ്രഹിച്ചതാണ്, പക്ഷേ എനിക്കിത് നിർത്തുവാൻ കഴിയുന്നില്ല. രാവിലെ ഞാൻ ഇറങ്ങിപ്പോകുമ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ തലയിൽ സത്യം ചെയ്യുകയാണ് തൊട്ട്, ഞാൻ ഇന്ന് വൈകുന്നേരം കുടിക്കാതെ മടങ്ങി വരാം എന്ന് സത്യം ചെയ്തിട്ടാണ് പലപ്പോഴും ഇറങ്ങിപ്പോരുന്നത്. എന്നാൽ രാത്രിയിൽ ഞാൻ മടങ്ങി വരുന്നത് 4 കാലിലാണ്, എനിക്ക് നിയന്ത്രിക്കുവാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് പരിഭവപ്പെടുന്ന അനേക യൗവനക്കാരെ, ചെറുപ്പക്കാരെ ഞങ്ങൾക്ക് കാണുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നാം അടിമത്വത്തിലാണ്. മയക്കുമരുന്നുകളും മദ്യവും മാത്രമല്ല ഇന്ന് അടിമത്വത്തിലേക്ക് നമ്മെ നയിക്കുന്നത്, മതവും നമ്മെ അടിമകളാക്കി തീർക്കുകയാണ്. ചിലതൊക്കെ സ്വയമായി അടിമകളായി തീരുന്നു, ആചാര അനുഷ്ഠാനങ്ങൾക്ക് അടിമകളായി തീരുന്നതുണ്ട്. എന്നാൽ മറ്റു ചിലരെ നിർബന്ധിച്ച്, ആഗ്രഹമില്ലാഞ്ഞിട്ടും പല നിർബന്ധത്തിൻ്റെ പേരിൽ മത അനുഷ്ഠാനങ്ങളിലേക്ക് വലിച്ചിഴക്കപ്പെടുന്ന പ്രിയപ്പെട്ടവരെ കാണുവാനായിട്ട് കഴിയും. കഴിഞ്ഞൊരു ദിവസവും നമ്മുടെ നാട്ടിൽ 22 വയസ്സുള്ള ഒരു പെൺകുട്ടി
കൊല്ലപ്പെടുവാനുള്ള കാരണവും അതിൻ്റെ പിന്നിലുള്ളതും നിർബന്ധിതമായ ആ അടിമത്വത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നതല്ലേ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ നിലയിൽ മതത്തിൻ്റേതായ അടിമത്വം ഇന്ന് അനേക സ്ഥലങ്ങളിൽ നിലനിൽക്കുകയാണ്. നാം അടിമത്വം ഇല്ല എന്ന് പറയുമ്പോൾ ഒന്നോ രണ്ടോ മാത്രമല്ല നമ്മുടെ നാട്ടിൽ. ഇന്ന് മതത്തിൻ്റെ പേരിൽ എത്രയോ അടിമത്തങ്ങൾ നടക്കുകയാണ്. പുരാതന കാലം മുതൽ ഇന്ന് വരെ നാം പറയുമ്പോൾ പണ്ടത്തേതിനേക്കാൾ പല മാറ്റങ്ങൾ ഉണ്ടായി സ്വതന്ത്രമായി എന്ന് നാം അവകാശപ്പെടുമ്പോഴും ഇന്നും നമ്മുടെ നാട്ടിൽ എത്രയോ അതിർവരമ്പുകൾ, ആ അയിത്തങ്ങൾ ഇന്നും നിലനിൽക്കുന്നില്ലേ? മതപരമായി എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ആരാധിക്കുവാൻ കഴിയുന്നുണ്ടോ? പേര് പറയുമ്പോൾ ജാതി ഒന്നാണ്, ആ ജാതിക്കകത്ത് 100,000 ജാതികൾ, അതിന് അയിത്തം വെക്കുകയല്ലേ? അവിടെ നിന്ന് ഇങ്ങോട്ട് കൂട്ടുകൂടാൻ പറ്റില്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് വിവാഹം കഴിക്കുവാൻ പറ്റില്ല, അവരും ഇവരും ഒരുമിച്ച് ആരാധിക്കുവാൻ കഴിയുകയില്ല. ഒരു ദേവാലയത്തിൽ ഒന്നിച്ച് പൂജിക്കുവാൻ കഴിയാത്ത, ഒരു ക്ഷേത്രത്തിൽ ഒന്നിച്ച് കൂടുവാൻ കഴിയാത്ത, ഒരു ക്ഷേത്രത്തിൽ ഒരുമിച്ച് ചേർന്നിരിക്കുവാൻ കഴിയാത്ത അടിമത്വമല്ലേ ഒരളവിൽ ഇന്നും നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? നമുക്ക് നേതൃത്വം നൽകുന്ന എത്രയോ രാഷ്ട്രീയ പാർട്ടികളാണ്. ഇതര രാഷ്ട്രീയ പാർട്ടികളിൽ അനുഭാവികളായ പ്രിയപ്പെട്ടവർ നമ്മുടെ നാട്ടിലുണ്ട്. ഏറ്റവും പ്രധാന പ്രശ്നം രാഷ്ട്രീയത്തിന് അടിമകളായിത്തീരുന്നു എന്നുള്ളതാണ്. രാഷ്ട്രീയ നേതാക്കന്മാർ പറയുന്ന കാര്യങ്ങൾ ശരിയായാലും തെറ്റായാലും അത് ചിന്തിക്കാതെ തിരിച്ചറിയാതെ അവരുടെ പിന്നാലെ പോകുകയും രാജ്യത്തെ വിധ്വംസക പ്രവർത്തനങ്ങളിൽ കണ്ണടച്ച് ഏർപ്പെടുകയും ചെയ്യുന്നു. ഈ നാളുകളിലൊക്കെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് എത്രയോ വലിയ നഷ്ടങ്ങളാണ് അന്ധവിശ്വാസപരമായി രാഷ്ട്രീയക്കാരുടെ പിന്നാലെ കടന്നുപോയി നേതൃത്വത്തിൻ്റെ പിന്നാലെ ചെയ്യുന്നത്. നേതാക്കന്മാർ എപ്പോഴും മാറി നിൽക്കും, അണികളാണ് ഇതിൻ്റെയൊക്കെ ഇരകളായിത്തീരുന്നത്. പോലീസ് മർദ്ദനങ്ങളിൽ ഏൽക്കുന്നത് ലഹരിയായിട്ട് ആ ബന്ധനത്തിൽ, രാഷ്ട്രീയ ബന്ധനത്തിൽ വിശ്വാസ പ്രമാണങ്ങൾ ശരിയോ തെറ്റോ എന്ന് നേതാവ് പറയുന്നത് ശരിയോ തെറ്റോ എന്ന് ചിന്തിക്കാതെ കണ്ണടച്ച് രാഷ്ട്രീയ ബന്ധനങ്ങളിൽ അടിമകളായിത്തീരുന്ന ഒരു സമൂഹമാണിന്ന്. ചിന്താബ വിളിക്കുന്ന, കൂടെ കൂടുന്ന ആയിരങ്ങൾ ഒരുമിച്ച് കൂടുന്ന അനേക പ്രവണത ഇന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിൻ്റെ പരിണിതഫലം അതിഭയാനകമാണ്. അപ്പോൾ തന്നെ അതിൽ ഏറ്റവും സീരിയസ് ആയ ഒരു അടിമത്തമാണ് മാധ്യമങ്ങളിലൂടെ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. മാധ്യമം മനുഷ്യനെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ്. നാം നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന ഒരു കാര്യം നമ്മെ വളരെയധികം ആകർഷിക്കുകയാണ്. നാം കേട്ട കാര്യം പലതും മറന്നുപോകും. എന്നാൽ മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്, മാധ്യമത്തിൽ നമുക്ക് പ്രയോജനപ്പെടുന്ന, നമുക്ക് വളർച്ച ഉണ്ടാകുന്ന നല്ല കാര്യങ്ങൾ അനവധി വരുന്നുണ്ട്. അപ്പോൾ തന്നെ ഇന്ന് മാധ്യമങ്ങളിലൂടെ കൺമുമ്പിൽ എത്തുന്നത് ദോഷകരമായി ബാധിക്കുന്ന അനേക കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾക്ക് ഫോളോ ചെയ്യുകയും ആവശ്യമില്ലാത്തത് പിൻപറ്റുകയും ചെയ്യുന്ന വലിയൊരു സമൂഹം. അപ്പോൾ തന്നെ യൗവനക്കാരും വിദ്യാർത്ഥികളും ഒക്കെ മാധ്യമങ്ങളിൽ, അശ്ലീല മാധ്യമങ്ങളും മറ്റ് മാധ്യമങ്ങളുടെ പിന്നാലെ ഒരിക്കൽ കണ്ടത് പിന്നീട് ഇരിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ബന്ധിക്കപ്പെടുകയാണ്. ഒരിക്കൽ കേൾക്കുന്നതിൻ്റെ പിന്നാലെ ആ സ്റ്റോറി പിന്നെയും കേൾക്കാതെ ഇരിക്കുവാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് ശരീരം, മനസ്സ് ബന്ധിക്കപ്പെടുകയും അടിമയാക്കപ്പെടുകയും ചെയ്യുകയാണ്. അടിമത്വമാണ് വാസ്തവമായും. ഇന്ന് ഒരു ലെവലിലായെങ്കിൽ അടുത്ത ദിവസം അതിൻ്റെ ഇരട്ടി ലെവലിലേക്ക് എത്തുകയാണ്. ബന്ധനമാണ്, അടിമത്വമാണ്. മാധ്യമങ്ങളുടെ അടിമത്വത്തിലേക്ക് നമ്മുടെ യൗവനക്കാരും യുവജനങ്ങൾ ഒരുപോലെ വീണുകൊണ്ടിരിക്കുകയാണ്. സാമൂഹിക മാധ്യമങ്ങളിലൂടെ നമ്മുടെ തലമുറയെ കാർന്നു തിന്നുന്ന മറ്റൊരു വിഷയമാണ് സോഷ്യൽ ഗെയിംസ്, മീഡിയ ഗെയിംസ്. അത് ഇന്ന് പല വേഷങ്ങളിലാണ് നമ്മുടെ തലമുറകളുടെ നടുവിലേക്ക് എത്തിയിരിക്കുന്നത്. വലിയ സാമ്പത്തിക ലാഭം, നേട്ടങ്ങൾ അതിൽ നിന്നൂടെ ഉണ്ടാകുമെന്നുള്ള ചിന്തയിൽ ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നവർക്ക് ഭീമമായ നഷ്ടങ്ങൾ പിന്നീട് വരികയാണ്. കൊച്ചുകുട്ടികൾ പോലും ഗെയിംസിൽ ആകൃഷ്ടരാകുകയും ആ ഗെയിംസ് അനുസരിച്ച് കൂട്ടുകാരുടെ ശൃംഖലയിൽ ഒരുമിച്ച് എത്തിച്ചേരുകയും ചെയ്തിട്ട് അതിൽ നിന്ന് പിൻവാങ്ങുവാൻ കഴിയാതെ ഇരിക്കുന്നു. പലപ്പോഴും ഈ നാളുകളിൽ നാം കണ്ടത് കൊച്ചുകുട്ടികൾ പോലും മാതാപിതാക്കളുടെ ഡെബിറ്റ് കാർഡുകൾ എടുത്ത് അതിൽ നിന്നും പണം വിഡ്രോ ചെയ്ത് ഭീകരമായ പണം ഈ ഗെയിംസിൻ്റെ പിന്നാലെ നഷ്ടപ്പെടുന്നതായി ഈ നാളുകളിൽ നമുക്ക് കാണുന്നു.
കുട്ടികൾക്കായിക്കോട്ടെ, യൗവനക്കാർക്കായിക്കൊള്ളട്ടെ, ഈ മാധ്യമങ്ങൾ സ്വാധീനിക്കുന്ന തെറ്റായ പ്രവണതകളിൽ നിന്ന് വിട്ടുപോരാൻ കഴിയാതെ അവർ അതിൻ്റെ അടിമയായി തീർന്നില്ലേ? എത്രയോ കുഞ്ഞുങ്ങൾ ആത്മഹത്യയിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു. മാധ്യമ സ്വാധീനത്താൽ എത്രയോ യൗവനക്കാർ ആത്മഹത്യയിലേക്ക് എത്തപ്പെട്ടുകൊണ്ടിരുന്നു. ഈ ഗെയിമുകളിലൂടെ അനേക കുഞ്ഞുങ്ങൾ അടിമകളാകുകയും തങ്ങളെ തന്നെ കൊല്ലുക മാത്രമല്ല, മറ്റനേകരെ മരണത്തിലേക്ക് നിർബന്ധിച്ച് നയിക്കുകയും ചെയ്യുന്നത് ഈ കഴിഞ്ഞ നാളുകളിൽ നാം കണ്ടുകൊണ്ടിരുന്നു. ഒരു നിലയിലും ഇതിൻ്റെ ബന്ധനത്തിൽ നിന്ന്, അടിമത്വത്തിൽ നിന്ന്, ശൃംഖലയിൽ നിന്ന് പുറത്തേക്ക് വരുവാൻ നമ്മുടെ തലമുറയ്ക്ക് കഴിയാതെ ഇരിക്കുന്നു എന്നുള്ളത് സാമൂഹിക മാധ്യമത്തിൻ്റെ ഒരു വലിയ വിപത്താണ്. ഈ സാമൂഹികമായിട്ടുള്ള ഈ പ്രവണതകളിലൂടെ മനുഷ്യന് പൂർണ്ണമായും വിടുതൽ പ്രാപിക്കുവാൻ കഴിയാതെ പല പ്രായത്തിലുള്ളവർ, പല നിലകളിലുള്ളവർ അടിമത്വത്തിലായിരിക്കുകയാണ്. സാമൂഹികമായ, മതപരമായ, രാഷ്ട്രീയമായിട്ടുള്ള, സോഷ്യൽ മീഡിയയിലൂടെയുള്ള അടിമത്വങ്ങൾ പ്രായഭേദമന്യേ നാം ഇന്ന് ഇതിനൊക്കെ കാരണമെന്ന് പറയുന്നത് എന്താണ്? ഓരോ സാമുദായിക ചുറ്റളവിലും ഓരോ മതക്കാർക്കും അവരുടേതായി പറയുവാൻ പലതുണ്ടെങ്കിലും ഒരു മാർഗവും അവരെ ഈ അടിമത്വത്തിൽ നിന്ന് വിടുവിക്കുന്നതായി നാം കാണുന്നില്ല. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് തള്ളിയിടുക മാത്രമാണ് ചെയ്യുന്നത്. എന്നാൽ ഇതിൻ്റെ യഥാർത്ഥ കാരണം, ഈ അടിമത്വത്തിൻ്റെ യഥാർത്ഥ കാരണം എന്താണ് എന്ന് വാസ്തവമായി പരിശോധിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരു പൗലോസ് എന്ന് പറയുന്ന ആ വലിയ മനുഷ്യൻ ഇപ്രകാരം പറഞ്ഞു: ഞാൻ നന്മ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടും ഇച്ഛിക്കാത്ത തിന്മയത്രേ ചെയ്യുന്നത്, അത് എന്നിൽ വസിക്കുന്ന പാപമത്രേ. എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ബന്ധനത്തിലാണ്, ഞാനൊരു അടിമത്വത്തിലാണ്. നല്ല കാര്യം ചെയ്യണം, നേരായി ജീവിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും ഞാൻ ആ വഴിയിൽ എത്തേണ്ടതുപോലെ എത്തുന്നില്ല. അതിനൊരു കാരണം, ഞാനൊരു ബന്ധനത്തിലാണ്. അത് പാപമാണ് എന്നുള്ളതാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഈ പാപം എന്ന് പറയുന്നത് എന്താണ്? അത് നമ്മെ കാർന്നുതിന്നുന്ന, നമ്മെ മരണത്തിലേക്ക് നയിക്കുന്ന സ്വഭാവമാണ്. പാപമെന്ന് പൊതുവെ പറയുമ്പോൾ പുകവലിയോ, മദ്യപാനോ, മയക്കുമരുന്നോ, വ്യഭിചാരമോ, അല്ലെങ്കിൽ അശ്ലീല മാധ്യമങ്ങളോ, ഇങ്ങനെയൊക്കെ കാര്യങ്ങളെന്ന് നാം പലതൊക്കെ ചൂണ്ടിക്കാണിക്കുവാൻ നമുക്ക് കഴിയുമെങ്കിലും രഹസ്യമായും പരസ്യമായും ദൈവത്തിന് ഇഷ്ടമില്ലാതെ, വിശുദ്ധനായ ദൈവത്തിന് ഇഷ്ടമില്ലാതെ നാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മെ തന്നെ ഇല്ലാതാക്കുന്ന പാപത്തിൻ്റെ അടിമത്വ സ്വഭാവമാണ്. അതിന് ഒരു ശക്തി നമ്മിലുണ്ട്. അത് പൈശാചികമായ ശക്തിയാണ്, ദൈവത്തിന് വിപരീതമായ ഒരു ശക്തിയാണ്. ദൈവം നമ്മെ സ്വാതന്ത്ര്യത്തിലേക്ക് നടത്തുവാൻ ആഗ്രഹിക്കുമ്പോൾ അടിമത്വത്തിൽ പിടിച്ച് നമ്മെ നിർത്തുന്നത് ദൈവത്തിന് വിപരീതമായ പിശാചിൻ്റെ ശക്തിയാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആ പാപത്തിൽ നിന്ന്, പാപത്തിൻ്റെ ശിക്ഷയായ മരണഭയത്തിൽ നിന്ന്, മരണത്തിൽ നിന്ന് നാം രക്ഷപ്പെടണം എന്നുള്ളത്. ഇന്ന് ആ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് മതമാർഗങ്ങൾ പലരും അന്വേഷിക്കുന്നുവെങ്കിലും വിശുദ്ധ വേദപുസ്തകം മാത്രമാണ് അതിന് ഉത്തരം നൽകുന്നത്. വിടുതലിനുള്ള, അടിമത്വത്തിൽ നിന്നുള്ള മോചനത്തിനുള്ള, സ്വതന്ത്രമാകുവാനുള്ള ഒരു മാർഗം വിശുദ്ധ വേദപുസ്തകം നമ്മെ ഏൽപ്പിക്കുകയാണ്. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ യേശു ക്രിസ്തു പറഞ്ഞ ഒരു വാക്യമുണ്ട്: സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി, ആകയാൽ പിന്നെയും അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുത്. അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകുവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ക്രിസ്തു അടിമനുഖത്തിൽ നിന്ന് നമ്മെ സ്വതന്ത്രരാക്കുകയാണ്. ക്രിസ്തുവിന് മാത്രമേ നമ്മെ സ്വതന്ത്രമാക്കുവാൻ കഴിയുകയുള്ളൂ. അതുതന്നെയാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യേശു ക്രിസ്തു പറയുന്നത്: പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തും. സാക്ഷാൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ദൈവപുത്രനായ യേശു ക്രിസ്തു വരുത്തുന്ന ആ സ്വാതന്ത്ര്യമാണ്. അത് ഏത് സ്വാതന്ത്ര്യമാണ്? പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന്, പിശാചിൻ്റെ ബന്ധനത്തിൽ നിന്ന് ഉള്ള അടിമത്വത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. യഥാർത്ഥമായ അടിമത്വം എന്ന് പറയുന്നത് നാം ഈ ലോകത്തിലെ ചില കാര്യങ്ങൾക്ക് മാത്രം അടിമകളായിരിക്കുന്നു എന്നുള്ളതല്ല. അതിൻ്റെ മൂല കാരണം പിശാചിൻ്റെ അടിമത്വത്തിൽ നാം ആയിരിക്കുന്നത് കൊണ്ട് പാപത്തിൻ്റെ അടിമത്വത്തിൽ നാം ആയിരിക്കുകയാണ്. ആ പാപ സ്വഭാവം നമ്മെ ഈ ലോക ജീവിതത്തിൽ
ഓരോ അടിമത്വത്തിലേക്ക് നമ്മെ ഇഴച്ചുകൊണ്ട് പോകുകയാണ്. ഒരു നിലയിലും നമുക്ക് സ്വതന്ത്രമാകുവാൻ നമുക്ക് കഴിയുന്നില്ല. പാപത്തിൻ്റെ അധികാരിയായ പിശാചിനെ തോൽപ്പിക്കുവാനും നമ്മെ വിടുവിക്കുവാനും കഴിയുന്ന ഒരേ ഒരാളേ ഉള്ളൂ, അത് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവാണ് കാൽവറിയിലെ കുരിശിൽ പിശാചിനെ തോൽപ്പിക്കുകയും പിശാചിൻ്റെ അടിമത്വത്തിൽ നിന്ന് നമ്മെ സ്വതന്ത്രരാക്കി നമ്മെ ദൈവമക്കളാക്കി തീർത്തത്. നേരായ പാതയിൽ, സ്വതന്ത്രമായ പാതയിൽ നമ്മെ നയിക്കുവാൻ സഹായിക്കുന്ന ഒരേ ഒരു വ്യക്തി അത് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിൻ്റെ മാർഗമാണ്. അടിമബന്ധനത്തിൽ നിന്ന് നമ്മെ സ്വതന്ത്രരാക്കുവാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, എന്താണത്? സത്യം നിങ്ങൾ അറിയാതെ ഇരിക്കുന്ന കാലത്തോളം നിങ്ങൾക്ക് സ്വതന്ത്രമാകുവാൻ കഴിയുകയില്ല, നിങ്ങൾ അടിമത്തത്തിലായിരിക്കും. എന്താണ് സത്യം? സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. എന്താണ് സത്യം? സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന സത്യം യേശുക്രിസ്തുവാണ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് യേശുക്രിസ്തു പറഞ്ഞിരിക്കുകയാണ്. സ്വർഗത്തിലേക്കുള്ള വഴി, ജീവൻ്റെ വഴി, സത്യം ഞാനാണ്. മനുഷ്യനെ വിടുവിക്കുവാനും രക്ഷിക്കുവാനും അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കുവാനും കഴിയുന്ന ഏക മാർഗം യേശുക്രിസ്തുവാണ്. അത് ജീവൻ്റെ വഴിയാണ്. ഈ സത്യം നിങ്ങളുടെ ഹൃദയത്തിൽ വാസ്തവമായും ബോധ്യമുണ്ടാക്കുന്നുവെങ്കിൽ രക്ഷപ്പെടുവാൻ, അടിമത്തത്തിൽ നിന്ന് മോചനം പ്രാപിക്കുവാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. ദൈവം വെച്ചിരിക്കുന്ന യഥാർത്ഥ വഴി ഒരേ ഒരു ഇതിനു വേണ്ടി പരിഹാരം വരുത്തിയ ആ മോചകൻ, രക്ഷിതാവ്, ആ യേശു നിങ്ങളെ വിളിക്കുകയാണ്. യേശു നിങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം മാത്രം പറയുവാനുള്ളൂ: യേശുക്രിസ്തുവേ, കർത്താവേ, ഞാനൊരു പാപിയാണ്, ഞാൻ അടിമത്വത്തിലാണ്, പാപത്തിൻ്റെ ബന്ധനത്തിലാണ്, ഞാൻ മോചനം പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നു, എന്നെ രക്ഷിക്കണമേ. ആ രക്ഷിക്കുന്ന മാർഗമാണ് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന് മനുഷ്യവർഗത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന്, പാപത്തിൽ നിന്ന് വിടുതൽ തരുവാനായി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് പറഞ്ഞ് ഉയർത്തെഴുന്നേറ്റ് പാപത്തിൻ്റെ പരിഹാരം വരുത്തിയ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ഹൃദയത്തിൽ അത് സ്വീകരിക്കുക, ഏറ്റുപറയാം. അങ്ങനെ യേശു ക്രിസ്തുവിനെ ആർക്ക് സ്വീകരിക്കുവാൻ ആഗ്രഹമുണ്ടോ, ഒരു പ്രാർത്ഥന: യേശുവേ, ഞാനൊരു പാപിയാണേ, എന്നോട് ക്ഷമിക്കണമേ, അങ്ങ് എനിക്ക് വേണ്ടി മരിച്ചു, എന്നെ രക്ഷിക്കുവാൻ, എൻ്റെ അടിമത്വത്തിൽ നിന്ന്, പാപത്തിൽ നിന്ന് വിടുതൽ തരുവാൻ അങ്ങ് എനിക്ക് വേണ്ടി ജീവൻ നൽകി, ഞാനത് വിശ്വസിക്കുന്നു, എന്നെ വിടുവിക്കണമേ എന്ന് ആത്മാർത്ഥമായ ആഗ്രഹത്തോടെ ആര് സമ്മതിക്കുന്നുവോ, ഏറ്റുപറയുന്നുവോ, അവർക്ക് മാത്രം വിടുതൽ, അവർക്ക് മാത്രം വിടുതൽ.